Hello guys, I am Aditya. Malayalam Tech Factory channel പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ POCO X3 Pro യൂസേഴ്സിനും ഒരു സന്തോഷ വാർത്തയുണ്ട്. അതായത് എല്ലാ POCO X3 Pro ഡിവൈസസിനും 6 മാസത്തേക്കും കൂടെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് നൽകുകയാണ് POCO. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് ഒക്കെ കഴിഞ്ഞ ദിവസം ട്വിറ്റർ വഴിയാണ് POCOയുടെ CEO റിവീൽ ചെയ്തത്. സോ എല്ലാവർക്കും സന്തോഷമായി തന്നെ ഞാൻ കരുതുന്നു. അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം POCO F4 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നു. ഈ സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെ അഗ്രസീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിന് വളരെ മികച്ച സ്പെസിഫിക്കേഷൻസ് ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. പക്ഷേ എന്നാലും ഒരുപാട് പേരുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് POCO ഡിവൈസസിൽ ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. സോ ഈ സ്മാർട്ട് ഫോൺ വാങ്ങണമോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവരുടെയും മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. സോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഈ വീഡിയോ വഴി ചർച്ച ചെയ്യാം. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ POCO F4 5G എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനുശേഷം ഈ സ്മാർട്ട് ഫോൺ വാങ്ങണമോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം. സോ ഈ സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് കടക്കുകയാണെങ്കിൽ ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡാണ് വന്നിരിക്കുന്നത്. സോ വളരെ നല്ല കാര്യം. ബാക്ക് സൈഡിൽ നമുക്ക് മാറ്റ് ഫിനിഷാണ് ലഭിക്കുന്നത്. പക്ഷേ എന്നാലും അത്യാവശ്യം സ്മജസും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണെന്ന് വേണം പറയാൻ. 7.7 mm തിക്നെസ് ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. സോ അത്യാവശ്യം കനം കുറഞ്ഞൊരു സ്മാർട്ട് ഫോൺ തന്നെയാണിത്. പിന്നെ ഫോം ഫാക്ടർ കുറച്ച് വലുതായിട്ട് 195 ഗ്രാംസിൻ്റെ വെയിറ്റും വരുന്നുണ്ട്. സോ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കുവാണെങ്കിൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ടെന്ന് നോക്കുവാണെങ്കിൽ 6.67 ഇഞ്ചസിൻ്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന E4 AMOLED ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1300 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HDR10+ന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഡിസ്പ്ലേ കൊള്ളാടെ, ഇത്രയൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. പിന്നെ നോക്കുവാണെങ്കിൽ E4 AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പവർ എഫിഷ്യൻ്റ് ആണ്. പിന്നെ 1300 nitsന്റെ മാക്സ് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു ഇഷ്യൂസും വരത്തില്ല. പിന്നെ നോക്കുവാണെങ്കിൽ വളരെ ചെറിയ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വ്യൂവിംഗ് എക്സ്പീരിയൻസും വളരെ നല്ലതാണ്. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ ഡിസ്പ്ലേ കൊള്ളാം. ഇനി നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ലഭിക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് നോക്കുവാണെങ്കിലും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ 3.5 mm ജാക്ക് ലഭിക്കുന്നില്ല. സോ അത് വളരെ വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. കാരണം ഇങ്ങനൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് 3.5 mm ജാക്ക് വേണം. പക്ഷേ എന്നാലും ബോക്സിനൊപ്പം നമുക്ക് Type-C to 3.5 mm ഡോഗിൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇയർഫോൺസ് പോരാൻറ്റി ഡോഗിളും കൂടെ നമ്മൾ ചുമന്നുകൊണ്ട് പോകേണ്ടി വരും. അതിനെക്കാട്ടിയും കുറച്ചുകൂടെ കൺവീനിയൻറ്റ് Type-C ഇയർഫോൺസ് മേടിക്കുന്നതായിരിക്കും. എന്തായാലും 3.5 mm ജാക്ക് കൊടുക്കാനുള്ളതായിരുന്നു. എനിവേ എന്തായാലും ഈ സ്മാർട്ട് ഫോൺ വഴിയുള്ള മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് വളരെ നല്ലതാണെന്ന് വേണം പറയാൻ. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടക്കുവാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിൽ Qualcomm Snapdragon 870 എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് തന്നെ നമുക്ക് ഈ സ്മാർട്ട് ഫോൺ നൽകുന്നുമുണ്ട്. അതുപോലെ തന്നെ ഗെയിമിങ്ങിന് വേണ്ടി വളരെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണിത്. സോ അതുകൊണ്ട് തന്നെ BGMI ഒക്കെ നമുക്ക് മാക്സിമം സെറ്റിംഗ്സിൽ തന്നെ കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള ഇഷ്യൂസും ഇല്ല. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ റാം ടൈപ്പ് ആൻഡ് സ്റ്റോറേജ് ടൈപ്പ് ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. LPDDR5 ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്ന റാം ടൈപ്പ്. UFS 3.1 ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്ന സ്റ്റോറേജ് ടൈപ്പ്. അതുപോലെ തന്നെ വേപ്പർ ചേംബർ കൂളിംഗ് ടെക്നോളജി ഈ സ്മാർട്ട് ഫോണിൽ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചേഴ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇവനൊരു കില്ലാടി തന്നെ. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ റയർ സൈഡിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൈഡ് ആംഗിൾ ക്യാമറ. ഇതിൻ്റെ മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് കാപ്പബിലിറ്റി വരുന്നത് 4K at 60 FPS ആണ്. അതുപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ലഭിക്കുന്നുണ്ട്. പിന്നെ ആർക്കും വേണ്ടാത്തൊരു 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറ. ഇത്രയാണ് നമുക്ക് റയർ സൈഡിൽ ലഭിക്കുന്നത്. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ 20 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടറാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് കാപ്പബിലിറ്റി വരുന്നത് 1080p at 30 FPS ആണ്. എന്തായാലും അത്രയും പോരാ. മിനിമം ഒരു 4K at 30 FPS എങ്കിലും കൊടുക്കണമായിരുന്നു. എന്തായാലും അത് വലിയ മോശമായി പോയി. പിന്നെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് ചോദിക്കുവാണെങ്കിൽ ഇപ്പോൾ എന്തായാലും ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. കാരണം Xiaomi POCO പോലുള്ള ഫോൺസിൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ ചിലപ്പോൾ ക്യാമറ അടിപൊളിയാവും, ചിലപ്പോൾ ക്യാമറ പരാജയമാവും, ചിലപ്പോൾ ക്യാമറ തന്നെ കംപ്ലീറ്റ് അടിച്ചു പോകുന്നൊരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ Android 12 മുകളിലായിട്ട് MIUI 13 ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. Android 12 ഓക്കെ ആണ്, അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വേർഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന യൂസ്ലെസ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ MIUI 13. അതിന് എന്ന് ആ കമ്പനി അടിച്ച് പുറത്ത് കളയുന്നു അന്ന് ആ കമ്പനി രക്ഷപ്പെടും.
പിന്നെ അതുപോലെ തന്നെ പോക്കോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിനെ കുറിച്ച് കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. എന്തായാലും അതിനെപ്പറ്റിയും കണ്ട് തന്നെ അറിയണം. പിന്നെ ഈ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യമുള്ള ബാറ്ററി ബാക്കപ്പ് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും. അതുപോലെ തന്നെ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് ഇൻബോക്സ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. സോ വളരെ നല്ല കാര്യം. കാലം പോയൊരു പോക്കേ. പണ്ടൊക്കെ ബോക്സിനൊപ്പം നമുക്ക് ഫോണിൻ്റെ കൂടെ എന്തൊക്കെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ബോക്സിനകത്ത് ബ്രാൻഡുകൾ ചാർജറെങ്കിലും വയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ കണക്ടിവിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 10 5G ബാൻഡ്സ് ലഭിക്കുന്നുണ്ട്. സോ 5G വേണ്ടവർക്ക് ആവശ്യത്തിന് 5G ബാൻഡ്സ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4G+ വരുന്നുണ്ട്. അതായത് കരിയർ അഗ്രിഗേഷൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 27,999 രൂപയാണ്. ആ പ്രൈസിൽ തന്നെ നല്ലൊരു വാല്യൂ ഫോർ മണി ഫോണാണ്. പക്ഷേ ഇൻട്രോഡക്ടറി പ്രൈസ് എന്ന രീതിയിൽ 23,999 രൂപയ്ക്ക് ഈ സ്മാർട്ട് ഫോൺ നമുക്ക് കിട്ടുന്നുണ്ട്. സോ വളരെ നല്ലൊരു ഓഫറാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വാങ്ങാൻ പറ്റുന്നെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങുക. കാരണം കില്ലർ ഡീൽ എന്ന് വേണം പറയാൻ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും ഇതൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോൺ തന്നെയാണ്. ഇനി പലർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കാം, POCO F4 5G എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ വാങ്ങണമോ വേണ്ടയോ എന്ന്. എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ വാങ്ങുന്നതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കാരണം പോക്കോ തന്നെ ഈ സ്മാർട്ട് ഫോണിന് 2 വർഷത്തെ വാറൻറ്റി നൽകുന്നുണ്ട്. സോ അതൊരു പ്ലസ് പോയിൻ്റ് അല്ലേ. അതായത് നമ്മൾ എങ്ങനെ പോയാലും ഒരു ആൻഡ്രോയിഡ് ഫോൺ 2 തൊട്ട് 3 വർഷം വരെയൊക്കെ ആയിരിക്കും മാക്സിമം യൂസ് ചെയ്യുന്നത്. സോ അത്രയും കാലം നമുക്ക് വാറൻറ്റി കിട്ടിയാലോ അത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പോക്കോ ആറുടെ പ്രോഡക്റ്റിൻ്റെ മുകളിൽ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ 2 വർഷത്തെ വാറൻറ്റിയൊക്കെ അവർ നമുക്ക് നൽകുന്നത്. അല്ലെങ്കിൽ കമ്പനിക്ക് തന്നെ നഷ്ടമല്ലേ. അതും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ലോങ് ടൈം റിവ്യൂസൊക്കെ കണ്ടിട്ട് ഫോൺ മേടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സോ എന്തായാലും ഈ POCO F4 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വാങ്ങാനുള്ള ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.